ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഡിന്നറിന് ഇത് കഴിക്കാവുന്നതാണ്. ഉഴുന്നൊന്നും ചേർക്കാത്ത ഒരു തേങ്ങാ ദോശയും ഒരു ശരവണ ഭവൻ ടേസ്റ്റിലുള്ള തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു ചട്നിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. നിങ്ങളുടെ നല്ല കമൻസും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇനിയും വീഡിയോ തുറന്നു ഇടാനുള്ള ഒരു പ്രചോദനം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. അതിനായിട്ട് ഒരു 1.5 കപ്പ് പച്ചരി 3 മണിക്കൂർ മുമ്പ് കഴുകി വൃത്തിയാക്കി കുതിർത്ത് പച്ചരിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണിത്. അതിലേക്ക് ഒരു 1/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെളുത്ത ചോറായാലും കുഴപ്പമില്ല, മറ്റേ റോസ് അരിയിലെ ചോറായാലും കുഴപ്പമില്ല. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് തേങ്ങാ വെള്ളമാണിത്. തേങ്ങ ഉടച്ച് അതിൽ നിന്നെടുത്ത തേങ്ങാ വെള്ളമാണിത്. ഞാനിതിൽ സോഡാപ്പൊടിയും ചേർക്കുന്നില്ല. ഇതൊക്കെ തേങ്ങാ വെള്ളമൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ദോശ ഇത് കിട്ടും. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒട്ട് മാറ്റി കൊടുക്കാം. ഞാനിത് 2 തവണയായിട്ടാണ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ആദ്യമേ കുറച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അരയാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. 2 പ്രാവശ്യം ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു വൈകുന്നേരമാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിത് രാവിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആണിത്. തലേ ദിവസം അരച്ച് വെച്ചതാണിത്. നമുക്കിത് അടച്ച് ഒരു 10 മുതൽ 12 മണിക്കൂർ ഏകദേശം മതി. ഞാൻ രാവിലെയാണ് എടുത്തത്. നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇത് പിന്നെ രാവിലെ ഞാനൊരു ചട്നി തയ്യാറാക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചെറിയ ജീരകമാണ്. അതിലേക്ക് പിന്നെ 1 ടീസ്പൂണോളം വെളുത്ത എള്ളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ശരവണ ഭവൻ ടേസ്റ്റുള്ള ഒരു ചമ്മന്തി ആവുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ അതിലേക്ക് പിന്നെ ഒരു 2 ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. പിന്നെ 1 പച്ചമുളക്, അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കണക്കാക്കി നിങ്ങൾ മുളക് ചേർക്കുക. മുളക് എടുക്കുക, ഉണക്കമുളക്. അതൊന്ന് നിറം മാറിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് 8-10 ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു സവാള, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താൽ മതി. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചട്നിക്ക് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ദോശയുടെ അപ്പത്തിനോടെയൊക്കെ ഇത് കഴിക്കാൻ. പിന്നെ ഇത് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്താണ് കാണിക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് ഇത് ചേർത്തിരിക്കുന്നത്. അതും ഇട്ടൊന്ന് പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി നേരത്തെ വെള്ളത്തിയിട്ട് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി.
അത് അല്പച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് പുഴിഞ്ഞെടുത്ത വെള്ളമാണിത്. നിങ്ങൾക്ക് ചട്നിക്ക് എത്രത്തോളം കട്ടി വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കട്ടി കുറവാണെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു ക്രീമി പരുവത്തിലുള്ള ചട്നിയാണ് തയ്യാറാക്കിയത്. അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇത്രയും ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയായി കിട്ടും. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കടുക് വറുത്ത് ഇട്ടിട്ടുണ്ട്. അതോടെ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആവും ഈ ചട്നി. അതായത് രാവിലെ ഞാൻ എടുത്ത മാവാണ്. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതിൽ സോഡയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഡ ചേർക്കാം. അല്പം സോഡ ചേർക്കാം. എനിക്ക് ഇവിടെ അംഗങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് അല്പം ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. ബാക്കി മാറ്റി വെച്ചതാണിത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ദോശയിൽ നിന്ന് അല്പം കൂടെ ലൂസായാലും കുഴപ്പമില്ല. ദോശയ്ക്ക് ഈ പരുവത്തിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അറിയാമല്ലോ, അതേപോലെ ഇരിക്കണം ഈ മാവ്. നമുക്കൊരു പാൻ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കൂടുതലൊന്നും പരത്തണ്ട. ഇതേപോലെ ഒന്ന് പരത്തി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റിനകത്ത് ഇത് കുക്കായി വരും. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഉഴുന്നൊന്നും ചേർക്കേണ്ട. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണിത്. ഉഴുന്നൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ചട്നി ആയാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അതേപോലെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ചട്നിയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ. എന്നും ഒരേപോലെ കഴിക്കാൻ നമുക്കിഷ്ടപ്പെടത്തില്ലല്ലോ. ഇത് നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.